നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. UAE-യിലെ തൊഴിൽ മേഖലയിലെ നീതി, സുതാര്യത എന്നിവയും ഉൽപാദനക്ഷമതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ഇത് സംബന്ധിച്ച നിയമങ്ങൾ വിശദീകരിച്ച് UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഇവ ഉറപ്പാക്കുന്നതിന് സ്വകാര്യ മേഖലയിലെ ജീവനക്കാരും തൊഴിലുടമകളും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന നിയമചട്ടക്കൂട് വിശദീകരിക്കുന്ന സമഗ്രമായ ബോധവൽക്കരണ ഗൈഡ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പുറത്തിറക്കി. പ്രധാന ആഗോളതല പരിപാടികളിലും പ്രദർശനങ്ങളിലും പങ്കെടുക്കുന്നവരുടെ മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യാനും അവരുടെ സ്വകാര്യ ഡാറ്റ മോഷ്ടിക്കാനും ശ്രമങ്ങൾ നടക്കുന്നതായി UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ അറിയിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന സൈബർ കുറ്റവാളികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് UAE സൈബർ സുരക്ഷാ കൗൺസിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരത്ത് നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതായി എയർ ഇന്ത്യ സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള ദുബായ്, അബുദാബി സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉടൻ പുനഃസ്ഥാപിക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. ഷാർജയിലെ വ്യാവസായിക മേഖലയിൽ വൻ തീപിടുത്തം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. സംഭവ സ്ഥലത്തേക്ക് അഗ്നിശമന വിഭാഗവും പോലീസും ഉടനെത്തുകയും തീ അണയ്ക്കുകയും ചെയ്തു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവരെ ഹജ്ജിന് അനുവദിക്കില്ലെന്ന് സൗദി അധികൃതർ. പ്രധാനമായും ഗുരുതര ഹൃദ്രോഗമുള്ളവർ, ഓക്സിജൻ സപ്പോർട്ട് വേണ്ട വ്യക്തികൾ, ഡയാലിസിസ് രോഗികൾ എന്നിവർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പ്രഖ്യാപനത്തോടെ ഇത്തവണ ഹജ്ജ് നിർവഹിക്കാൻ അപേക്ഷ നൽകിയ നിരവധി പേർക്ക് അവസരം നഷ്ടമാകും. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.